നവരാത്രി ദിനങ്ങൾക്ക് സുഹൃതം പകർന്ന് ബൊമ്മക്കൊലു ഒരുങ്ങി. സർവം ബ്രഹ്മമയം എന്ന ആശയമാണ് ഇതിനെ കണക്കാക്കുന്നത്. ദേവീപ്രീതിക്കായി അലങ്കരിച്ച കലശം വെച്ച് ചുറ്റിലും വിവിധ ബൊമ്മകൾ തട്ടുകളിൽ നിരത്തിവെച്ച് ദേവീപൂജ ഒരുക്കുന്നതാണ് ബൊമ്മക്കൊലു ആചാരം. ദുർഗാരൂപത്തിൽ മനുഷ്യാസുര നിഗ്രഹത്തിനായി അവതരിച്ച ദേവി ദേവഗണങ്ങളെ വരുത്തി അവരെ സിംഹം, ആന, കടുവ എന്നീ രൂപത്തിലാക്കി അസുര നിഗ്രഹം നടത്തി മനുഷ്യാസുര നിഗ്രഹത്തിനായി ദേവിയെ സഹായിച്ചു. എല്ലാ ദേവീ ദേവന്മാരെയും അതേ രൂപത്തിൽ ആരാധിച്ച് മാത്രമേ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. പായസാന പൂജിത മാണിക്യ, പായസാന പൂജിത മാണിക്യ, പാത്ര ഹേമദർവി വിധൃത കരേ, കായ ജാതി രക്ഷണ നിപുണതരേ, കാഞ്ചനമയ ഭൂഷണാംബരധരേ, തോയജാസനാദി സേവിത പരേ, ತುಂಬುರು ನಾರದಾದಿನುತವರೇ, തോയജാസനാദി സേവിത പരേ. നവരാത്രി ആഘോഷത്തിന് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ബൊമ്മക്കൊലു. കേരളത്തിൽ പൊതുവെ തമിഴ് ബ്രാഹ്മണരാണ് നവരാത്രി കാലത്ത് കൊലു ഒരുക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിലും കൊലു ഒരുക്കിയിട്ടുണ്ട്. വലിയശാല അഗ്രഹാര തെരുവിലും അട്ടക്കുളങ്ങര രണ്ടാം പുത്തൻ തെരുവിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. അഖില ഭുവന സാക്ഷി കടാക്ഷി അന്നപൂർണേ വിശാലാക്ഷി. നവരാത്രി ആചാരം, നവരാത്രി നമ്മൾ 9 ദിവസമാണ് ആഘോഷിക്കുന്നത്. അത് ഈ ഹിന്ദുക്കളുടെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ട് തന്നെ പറയപ്പെടുന്നു. കൂടുതലും ഇത് അഗ്രഹാരങ്ങളിലാണ് കാണുന്നത്. ഈ 9 ദിവസത്തിനെ നമ്മൾ 3 ഇതായിട്ട് കാറ്റഗറൈസ് ചെയ്ത് അതിനെ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസം ദുർഗയും, രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മിയും, മൂന്നാമത്തെ 3 ദിവസം സരസ്വതിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദേവിയെ വീട്ടിലേക്ക് വരുന്ന സുമംഗലികളെയും കന്യകയായ കുട്ടികളെയൊക്കെ അവർക്ക് വെറ്റില പാക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് വളരെ അവരെ സന്തോഷിപ്പിച്ച് അയച്ചാൽ നമ്മുടെ വീട്ടിൽ ദേവീ സാന്നിധ്യം ഉണ്ടെന്നാണ് നമ്മുടെ ഒരു ഐതിഹ്യം. നവരാത്രി സമയത്ത് ബൊമ്മക്കൊലുക്കൾ വളരെ സാധാരണമാണ്. ബൊമ്മക്കൊലു എന്ന് വെച്ചാൽ 30 മുക്കോടി ദേവഗണങ്ങളുമേ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നത് പോലെയാണ്. അതായത് ചെറിയ കുഞ്ഞു ഭാവം തൊട്ട് വലിയ ഇതായിട്ട് തന്നെ അതായത് ആ ദേവീ സങ്കല്പം അതായിരിക്കും എന്നുള്ള ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ആ ബൊമ്മക്കൊലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 3 നേരം നൈവേദ്യം ചെയ്ത് ഈ 9 ദിവസവും ദേവിയെ കുംഭത്തിൽ നമ്മൾ ആവാഹിച്ച് വെച്ച് 3 നേരം നൈവേദ്യം ചെയ്ത് ദേവിക്ക് പ്രസാദം കൊടുത്ത് വരുന്നവർക്കൊക്കെ അത് കൊടുക്കുന്നു. മഹിഷാസുരനെ വധം ചെയ്ത് ദേവി വളരെ സന്തോഷത്തോടു കൂടി വധം ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം. ഈ സമയങ്ങളിലാണ് നമ്മൾ ബൊമ്മക്കൊലുവൊക്കെ വെച്ച് ആചരിക്കുന്നത്. ഈ സമയത്ത് വരുന്ന വീട്ടിൻ്റെ അടുത്തുള്ള സ്ത്രീകൾ, സുമംഗലികളായ സ്ത്രീകളും കുട്ടികളെയും ഒക്കെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് വെറ്റില പാക്ക്, താമ്പൂലം, പിന്നെ നമ്മൾ 3 നേരം നൈവേദ്യമുണ്ട്. ആ നൈവേദ്യമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ ആചാരം. അതാണ് ഈ നവരാത്രി ബൊമ്മക്കൊലു ആയിട്ട് പറയുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ് ഈ ബൊമ്മകളൊക്കെ. മദ്രാസ്, കോയമ്പത്തൂർ, മധുരൈ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതാണിത്. ഇതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ ആക്ച്വലി ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് വേണം. അത് പൂർണ്ണതയിലെത്താനായിട്ട് ഒരാഴ്ചയും വേണം, എന്നാലേ അത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ 9 ദിവസവും നമ്മൾ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യും. അതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയൊക്കെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ദേവീ മഹാത്മ്യത്തിൻ്റെ കൂടെ തന്നെ ശോഭനം എന്നുള്ള ഒരു ശ്ലോകങ്ങളും അതും നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. വീട്ടിലെ പ്രായമായ സ്ത്രീകൾ പാരായണം ചെയ്താൽ വളരെ ഉചിതം. ഈ നവരാത്രിയുടെ 10ാമത്തെ ദിവസം വിജയദശമിയുടെ അന്നാണ്, വിദ്യാരംഭത്തിൻ്റെ അന്നാണ് ശോഭനം
വായിച്ച് നിർത്തി നമ്മൾ ഒരു ബൊമ്മ, ഈ കുംഭം, ദേവിയെ കുംഭത്തിൽ ആവാഹിച്ച് വെച്ചിട്ടില്ല, ആ കുംഭം ഒന്ന് മാറ്റി വയ്ക്കുന്നു. അതോടുകൂടി നമ്മുടെ ഈ പൂജകൾ കംപ്ലീറ്റ് ആവുന്നു. ഇത് ശരിക്കും ദുർഗാലക്ഷ്മി സരസ്വതി എന്ന് പറയും. ദുർഗാദേവിക്ക് ആദ്യത്തെ 3 ദിവസം, ലക്ഷ്മി ദേവിക്ക് രണ്ടാമത്തെ 3 ദിവസം, പിന്നെ ഉള്ള 3 ദിവസം സരസ്വതി ദേവിക്കാണ്. ഈ ലാസ്റ്റത്തെ 3 ദിവസം സരസ്വതി ദേവിക്ക് വരുമ്പോൾ അഷ്ടമി, നവമി, ദശമി. ദശമിയിലാണ് നമ്മൾ പിന്നെ ഈ 9 ദിവസത്തിൻ്റെ കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് ദശമിയുടെ അന്നാണ് നമ്മൾ പിന്നെ വിദ്യാരംഭം കുറിക്കുന്നത്. ആ സമയത്താണ് വിദ്യാദേവി നമ്മളെ പ്രസാദിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം വിദ്യാരംഭം കുറിക്കുന്നത്. അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയുടെയാണ്. ആ വിദ്യാരംഭത്തോടു കൂടി ഈ നവരാത്രി അവസാനിക്കുന്നു. ശരിക്കും ഈ കുട്ടികൾ എന്ന് മാത്രമല്ല, ലേഡീസ് വരുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ താമ്പൂലം കൈമാറും. ഈ താമ്പൂലം കൊടുക്കുമ്പോൾ, താമ്പൂലം എന്ന് പറയുമ്പോൾ അതിനകത്ത് വെറ്റിലപ്പാക്ക്, പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുങ്കുമച്ചെപ്പ്. പെൺകുട്ടികളെ കൊണ്ട്, നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ കൊടുപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലേ മുതലേ അത്രയും ഇഷ്ടപ്പെട്ട സാധനം പോലും മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് വരണം. ഇതാണ് അതിൻ്റെ ശരിക്കുമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം ഈ താമ്പൂലത്തിനകത്തൊരു കുങ്കുമച്ചെപ്പ് ഉണ്ടാവും, പിന്നെ അതേപോലെ വെറ്റിലയും പാക്കും, പിന്നെ പൈസ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവും, ബ്ലൗസ് പീസ് ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ചില പാത്രങ്ങളൊക്കെ വെച്ച് എന്ന് വെച്ചാൽ അവരവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് കൊടുക്കുന്നവരാണ്. അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ വെറ്റിലപ്പാക്കും മഞ്ഞക്കട്ടയും പിന്നെ കുങ്കുമം മാത്രമായിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് കൊടുക്കാനുള്ള എത്ര ഇഷ്ടമുള്ള സാധനവും കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇതിന് താമ്പൂലം കൊടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം. പിന്നെ അതേപോലെ ഈ ചുണ്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ചുണ്ടലെന്ന് പറയുന്നത് നമ്മൾ ഈ കന്നിമാസം, ഈ മാസത്തിൽ ഒത്തിരി പഞ്ചമുണ്ടാകുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലി മെൻ്റലി വീക്കാവും. അപ്പോൾ ഈ ഫിസിക്കലി നമ്മൾ വീക്കായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മെൻ്റലി വീക്കാവും. അപ്പോൾ ഫിസിക്കലി വീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 9 ദിവസം, ഈ 10 ദിവസത്തിൽ ഈ 10 ദിവസം 2 നേരം നിവേദ്യം വയ്ക്കും. ഈ 2 നേരം നിവേദ്യം വയ്ക്കുമ്പോൾ 1 സ്പൂണെങ്കിലും, ഈ നിവേദ്യം വയ്ക്കുന്ന എല്ലാം തന്നെ നവധാന്യങ്ങളാണ് നമ്മൾ നിവേദ്യമായിട്ട് വയ്ക്കുന്നത്. പയർ, കടല അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ നിവേദ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസം നിവേദ്യത്തിൽ എല്ലാമേ നവധാന്യങ്ങളാണ്. ഓരോ ദിവസം ഓരോന്ന് മാറി മാറി, പിന്നെ ഇടയ്ക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും അങ്ങനെയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഈ വയ്ക്കുന്ന സാധനം നമ്മൾ ജസ്റ്റ് 1 സ്പൂണെങ്കിലും നമ്മൾ കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാന് നിവേദ്യം ചെയ്തതാണെന്നുള്ളതുകൊണ്ട് 1 സ്പൂണെങ്കിലും നമ്മൾ കഴിക്കും. അപ്പം നമ്മുടെ ബോഡിയിൽ വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 10 ദിവസം കണ്ടിന്യൂസ് നമ്മൾ വരുന്നവർക്കും ഇത് ഈ നിവേദ്യം ചെയ്ത പ്രസാദം, ചുണ്ടലും കടലയും ഒക്കെ നമ്മൾ കൊടുക്കും.